ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ഈഗോയെ പാടില്ല. ദൈവം നമ്മളെ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ നമ്മളെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് വേണം നമ്മൾക്കൊന്ന് ഏറ്റു നിൽക്കാൻ മൂപ്പര് പഠിപ്പിക്കുകയുള്ളൂ. നമ്മളൊക്കെ സ്വപ്നം കാണണം തേച്ച് മടക്കി വെച്ച് നമ്മുടെ മുമ്പിൽ എന്താ പറയുക ഡ്രസ്സ് വരുന്നു, നമ്മളത് ഇട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ബ്ലേസേഴ്സ് ഇട്ടിട്ട് വരുന്നു. ഈ പറഞ്ഞ കമ്പനിയിൽ ഞാൻ പോയപ്പം അവർ ശരിക്കും എൻ്റെ ഈഗോ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. ശരിക്കും ഈ തുറക്കടയ്ക്കുക രാവിലെ ഇത്രയും ബഞ്ച് ഓഫ് ഇൻവോയ്സസ് കൊണ്ടുവരും, ഇതിൻ്റെ കോപ്പി എടുക്കലായിരുന്നു എൻ്റെ പണി. നമ്മുടെ ഈഗോ വാസ് സീറോ ആഫ്റ്റർ ദാറ്റ്. അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പം ഗോട്ട് ടു നോ ഹി വാസ് ഡിച്ചിങ് ദ കമ്പനി. എന്താ പറയുക, അത് ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. കട്ടിലേക്ക് കിടന്ന് കലങ്ങിയ കിടന്ന് ആലോചിച്ചു. അതെ, തിരിച്ചു വരണം, എന്തായാലും തിരിച്ചു വരണം എന്നുള്ളത് മനസ്സിൽ അത് എപ്പോഴായാലും. അന്ന് എനിക്ക് മനസ്സിലായി പണിയെടുക്കാൻ, ഇവിടെ കേരളത്തിൽ പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏത് സംരംഭവും വിജയിക്കുന്നുള്ളൂ. ദാറ്റ് ഗേവ് മി എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ദാറ്റ് എനിത്തിങ് വിൽ വർക്ക് ഔട്ട് ഇൻ ദിസ് കേരള. പണ്ടൊക്കെ നമ്മൾ ദുബായിനെ പറയില്ലേ എന്തിട്ടാലും മുളയ്ക്കുന്നു, അതേപോലെ തന്നെയാണ് കേരളവും. എന്തിട്ടാലും മുളയ്ക്കും. ദേ ഷുഡ് ബി ഓൾവേസ് എ പ്ലാൻ എ ആൻഡ് ബി. എടുത്ത് ചാടാൻ എളുപ്പമാണ്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോക്കില്ല ഇതിന്. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒട്ടനവധി സംരംഭകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് സ്പാർക്ക്. എന്നാൽ ഈ തവണ വളരെ വ്യത്യസ്തനായ ഒരു സംരംഭകനെയാണ് പരിചയപ്പെടുത്തുന്നത്. തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ യാത്ര ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഏജൻസി രംഗത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തെയാണ് ഇന്ന് സ്പാർക്ക് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം മൃഗേഷ്, സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. സ്പാർക്കിൻ്റെ വേദിയിൽ ഒരുപാട് സംരംഭകരെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഇൻഡസ്ട്രി ചിലപ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു മേഖലയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് റിഗേഷൻ ഇൻഡസ്ട്രി. ഏജൻസി രംഗത്താണ്, ഷിപ്പിംഗ് ഏജൻസി രംഗത്താണ് നിൽക്കുന്നത്. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. തൃശ്ശൂരാണ് സ്ഥലമെന്ന് പറഞ്ഞു. തൃശ്ശൂരിന് എവിടെയായിരുന്നു ജനിച്ചതും വളർന്നതല്ല? തൃശ്ശൂർ തൃപ്പയാർ കോതകുളം എന്ന് പറയും. കോതകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അമ്മ, അച്ഛൻ, പിന്നെ സിസ്റ്ററുണ്ട്, പിന്നെ ബ്രദർ. പിന്നെ ഞങ്ങൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളൊരു ഫാമിലി. സ്മോൾ എന്താ പറയുക, അച്ഛൻ ഗൾഫിലായിരുന്നു, അത് കഴിഞ്ഞ് വന്ന് ഇവിടെ സെറ്റിലായി. പിന്നെ നോർമൽ എല്ലാതും തൃശ്ശൂർ തന്നെയായിരുന്നു. തൃശ്ശൂരിന് ഓൾമോസ്റ്റ് എല്ലാ പഠിച്ചതും വളർന്നതും. ഓൺലി ദ ബിസിനസ്സായിട്ട് കൊച്ചിയിൽ വന്നത് മാത്രം. തൃശ്ശൂരായിരുന്നു ജീവിതമെല്ലാം. എല്ലാം ഓൾമോസ്റ്റ്. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് സ്കൂളിംഗ് SM വിദ്യാഭവൻ ചന്ദ്രാപിന്നി, അത് കഴിഞ്ഞിട്ട് പിന്നെ SN കോളേജ് നാട്ടിക, പിന്നെ ഡോക്ടർ ജോൺ മത്തായി സെൻറ്റർ, ഇപ്പം സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയും, അവിടെയായിരുന്നു പഠനമൊക്കെ. പഠിക്കാൻ ഭയങ്കര ഒരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു? ഒട്ടുമല്ല. എല്ലാ വീട്ടിലും കാണുമല്ലോ ഒരു ആള്, അതിലൊരാളായിരുന്നു ഞാൻ. ഭയങ്കര ഒരു അമ്മ എപ്പോഴും പറയും കിണ്ണത്തിൻ്റെ വക്കത്തിൽ ഉള്ള ഒരു ഇതാണ്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം, അങ്ങനത്തെ ഒരു ജയിക്കുകയും ചെയ്യാം തോക്കുകയും ചെയ്യാം. അതെ. അപ്പം അമ്മ എക്സാമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറയാറ്. എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കും, ഉറപ്പായിട്ടും മകൻ പാസ് മാർക്ക് മേടിക്കും. പാസ് മാർക്ക് മേടിക്കും. കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ബാക്കി ടീച്ചർ വിഷമാണെന്ന് പറഞ്ഞാൽ പിന്നെ പോയി, അമ്മ പറഞ്ഞു പോയി. തോൽക്കാറുണ്ടായിരുന്നു? തോൽവിയാണല്ലോ. ഈ 10ാം ക്ലാസ്സിലൊക്കെ വലിയ ഉന്നത വിജയം മേടിച്ചിട്ടില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇല്ല 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ 3ാമത്തിൽ പോയി. അപ്പോൾ തന്നെ തീരുമാനമായി. അമ്മയൊക്കെ തലയിൽ കൈവച്ചു, ഇവനെ എങ്ങനെയെങ്കിലും ഇനിയിപ്പം പ്രാർത്ഥനയായി. പിന്നെ അപ്പോൾ പിന്നെ എന്താ പറയുക, നിരങ്ങി ഒരു 59% എത്തി. 59% പാസ്സാക്കിയെടുത്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം. അതിനുശേഷം തുടർ പഠനം അവിടെ തന്നെയായിരുന്നു? അവിടെ തന്നെയായിരുന്നു. ബട്ട് അവിടെ നിന്നൊരു ഷിഫ്റ്റ് വാസ് ചേഞ്ച്ഡ്. ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു ടീച്ചറുണ്ട്, ബീന വിൻസെൻറ്റ്, SM വിദ്യാഭവനിൽ. അപ്പം ആ ടീച്ചർ വന്നിട്ട് ഒരു സിമ്പിൾ, അത് എത്രത്തോളം ബാക്കിയുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ആയി എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ് സ്പാർക്ക് എൻ്റെ ഒരു എവിടെയോ കൊണ്ടു. അപ്പോൾ അതിലെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയാണ്: ഈ കഴിഞ്ഞതൊന്നുമല്ല, ഇറ്റ് ഈസ് എ ന്യൂ ബിഗിനിങ്. സോ അത് ഒരു ന്യൂ ബിഗിനിങ് തന്നെയായിരുന്നു എൻ്റെ ലൈഫും. അവിടെ നിന്നൊരു കൈൻഡ് ഓഫ് ഒരു സ്റ്റുഡൻ്റായി മാറി. ഈ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ടീച്ചർ ചെയ്തത് ശരിക്കും? ടീച്ചർ അന്ന് ജനറലൈസ്ഡ് ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് എന്താ പറയുക, ജസ്റ്റ് ഒരു
ഒരു ബൂസ്റ്റിംഗ് പോലെ. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ കോമൺ സെൻസ് എന്നാണല്ലോ. അപ്പം അവരൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇറ്റ് സ്പാർക്ഡ്, ഗിവ് മി എ സ്പാർക്ക്. അപ്പം അത് ഒരു ന്യൂ ബിഗിനിങ് ആയി. എല്ലാം പുതിയതാണ്. ലെറ്റ്സ് ഹാവ് എ സ്കോപ്പ് എന്നുള്ളത്. ഈ കഴിഞ്ഞതൊന്നും നിങ്ങളെ എവിടെയും എത്തിക്കണില്ല. ഇതുവരെ തോറ്റൊന്നും പ്രശ്നമല്ല. തോൽവി ഒരു പ്രശ്നമല്ല. അപ്പം ലെറ്റ്സ് ഗിവ് എ ട്രൈ എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറ്റ് വാസ് വെരി ഗുഡ്. ഈ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ എത്ര ഗുഡായി അവിടെ നിന്ന് ഇപ്പം നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. 10ാം ക്ലാസ് വരെ ബാക്ക് ബെഞ്ചർ ആയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതിലിപ്പോ നമുക്ക് വലിയ എളുപ്പമല്ല. മോസ്റ്റ് ക്രിയേറ്റീവ് പേഴ്സൺസ് ഇൻ ദ വേൾഡ്. അല്ല, ഞാൻ അംഗീകരിക്കൂട്ടെ, കറക്റ്റാണത്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടാണ്. അവിടെ നിന്ന് +2 കഴിഞ്ഞപ്പം ഐ ഗോട്ട് ഡിസ്റ്റിങ്ഷൻ. പിന്നെ അവിടെ നിന്ന് കോളേജിലും ത്രൂ ഔട്ട് ലൈക്ക് അത്ര വലിയ റാങ്ക് ഹോൾഡർ ഒന്നും അല്ലെങ്കിലും ഐ ഡിഡ് വെൽ. പിന്നെ പഠിച്ചു മെടുക്കനായി. പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ ഐ നീഡ് ടു ഹാവ് എൻ എൻട്രൻസിനുള്ള മാർക്ക് വേണം. അപ്പം MBA എൻട്രൻസ് ചെയ്തു, എൻട്രൻസിൽ കിട്ടുന്നു. ഓൾ ഗവൺമെൻറ് കോളേജസിൽ കിട്ടി ത്രൂ ഔട്ട്. അവിടെ നിന്ന് ക്യാമ്പസ് പ്ലേസ്ഡ് ആയിട്ട് ING-യിലേക്ക് വരുന്നു, ING വൈശ്യ ബാങ്കിൽ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പം ലൈക്ക് 2009 ഇറങ്ങുമ്പം അവിടുത്തെ യങ്ങസ്റ്റ് സീനിയർ സെയിൽസ് മാനേജറായിട്ട് ഇറങ്ങുന്നു. അപ്പം അവിടെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. അങ്ങനെ പോകുന്നു. എന്തായാലും അവിടെ ഒരു വലിയ ജീവിതത്തിനൊരു ഗിയർ മാറ്റം വരിക. അവിടെ +1 തൊട്ടിട്ട് ഒരു ഗിയർ മാറ്റമാണ്. അവിടെ നിന്ന് പഠിച്ച് ഭയങ്കര നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ 2009 പിന്നീട് ഇറങ്ങി എന്ന് പറയുന്നത്. ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? ഇറങ്ങാനുള്ള കാരണം എന്താ? 2009 ഇറ്റ് വാസ് എന്താ പറയുക, എല്ലാവരുടെ ലൈഫിലും ഒരു സെറ്റ് ബാക്സ് ഉണ്ടാവുമല്ലോ. സോ ഐ ലോസ്റ്റ് മൈ മദർ. എന്ത് പറ്റിയത്? അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം അമ്മ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പം അച്ഛൻ മരിച്ചു. അപ്പോൾ എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ കൂടിയും അവർ ഏജ് ഗ്യാപ്പ് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പം 8 ഇയേഴ്സ് ചേച്ചീനായിട്ട് ഏജ് ഡിഫറൻസ് ഉണ്ട്. ചേട്ടനായിട്ടൊരു 6 വയസ്സുണ്ട്. അപ്പം അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രം. ഞങ്ങളൊരു 3 പേരെ ഒരു സ്പേസ് ആയിരുന്നു. പെട്ടെന്ന് അത് സംഭവിച്ചപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ഐ തോട്ട് ലൈക്ക് കഴിഞ്ഞു, ഇനിയിപ്പം എന്താണ് എന്നുള്ളത് ഒരു ശൂന്യതയായിരുന്നു. അത്രമേൽ അറ്റാച്ച്ഡ് അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പക്ഷേ ഞാൻ പറയണത് പലരും യോജിക്കില്ല, പക്ഷേ നമ്മളെ വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ വീട് മാനേജ് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഒരു പക്ഷേ അച്ഛനില്ലെങ്കിൽ തന്നെ അമ്മ അത് കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഒരു അച്ഛന് എത്രത്തോളം അമ്മയില്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഐ സ്റ്റിൽ ഡൗട്ട്. അപ്പം ഓൾ കണക്ടിവിറ്റി, എല്ലാവരുമായിട്ടുള്ള കണക്ടിവിറ്റി, നമ്മുടെ മദറാണ് നമ്മുടെ എല്ലാ സിബ്ലിങ്സ് ആയിട്ടുള്ള കണക്ടിവിറ്റി, എല്ലാ റിലേറ്റീവ്സ് ആയിട്ടുള്ള കണക്ടിവിറ്റിയും, എല്ലാ ന്യൂസ് കിട്ടുന്ന കണക്ടിവിറ്റിയും, എവറിത്തിങ് ഈസ് ഗോൺ. സെൻട്രൽ പോയിൻ്റാണ് ഓഫ് കോഴ്സ്. അപ്പോൾ അതൊരു വലിയ ഒരു ഇതായിരുന്നു. അപ്പോൾ ജോലി വിട്ട് ഇറങ്ങുവാണ് അതോടുകൂടി? ഞാൻ MBA-ൽ ഫിനാൻസാണ് ആയിരുന്നേ. അപ്പം പഠിച്ചത്. അപ്പം ഐ ഫീൽ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എനിക്ക് എന്തെങ്കിലും ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം, സെയിൽസ് ഇതിലേക്ക് പോകണ്ട എന്നുള്ളത് ഉണ്ടായിരുന്നു എൻ്റെ. പക്ഷേ വാസ് പെർഫോമിങ്. അപ്പം അത് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇതും ഒരു ബ്രേക്കായപ്പോൾ ഐ തോട്ട് ലൈക്ക്. അപ്പോൾ അങ്ങനെ ഡിപ്രഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ UAE വിളിക്കുന്നു. ചേട്ടൻ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, തീരുമാനമാവും എന്ന് തോന്നി ചേട്ടന്. ചേട്ടൻ്റെ ഉൾവിളിയാണ്, അനിയൻ്റെ പോക്ക് അത്ര ശരിയല്ല. അതെ. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് മൈ ഹീറോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോ എന്ന് പറയണം. എന്നെ എവിടേക്ക് എന്തൊക്കെയോ എന്താ പറയുക, നമ്മൾ ലാക്കിങ് വന്നിട്ടുണ്ടെങ്കിൽ ഹി വാസ് ദർ. എല്ലാ കാര്യങ്ങളിലും ഈവൻ ദാറ്റ്. ഇപ്പം ചേട്ടൻ്റെ കയ്യിലൊരു പണ്ട് പോലും പൈസ ഇല്ലെങ്കിലും നമുക്കെടുത്തിട്ട് എന്താ പറയുക, അടാ നിൻ്റെ കയ്യിൽ ഉണ്ടോയെന്ന് ചോദിക്കും. ഇയാളെ ഉണ്ടാവില്ല, പക്ഷേ എന്നിട്ട് പോലും നമ്മൾക്ക് അങ്ങനെ ഒരു ഭയങ്കര ഹി വാസ് മൈ ഫാദർ ആൻഡ് മദർ ആഫ്റ്റർ ദാറ്റ്. ഇന്ന് വരെ ഇപ്പോൾ വരെ. അങ്ങനെ നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. അതെ. അവിടെ ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 2008-2009 എന്ന് വെച്ചാൽ ദുബായ് തൊട്ട് എല്ലാ മാർക്കറ്റും ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ ദുബായിക്ക് വണ്ടി കാണാൻ കാണിച്ച ധൈര്യം ചേട്ടൻ മാത്രമാണ്? അല്ല, നമുക്ക് പ്രത്യേകിച്ച് ജോലി കിട്ടണമെന്നൊന്നുമില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് അവർക്ക് പേടിയായിട്ട് അവർ കൊണ്ടുപോയതാണ്. അല്ലാണ്ട് ലൈക്ക് എനിക്കൊരു ചേഞ്ച് ഓഫ് പ്ലേസ് മാത്രമാണ്. എന്നിട്ട് ചേട്ടൻ തന്നെ
CV അയക്കാൻ പറയുന്നു. ചേട്ടന് മനസ്സിലായി ഞാൻ നടപടിയാവില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് ചേട്ടൻ കൊണ്ട് CV ചേട്ടൻ്റെ ഫ്രണ്ട് വഴി അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ കൊല്ലം എനിക്ക് ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ കിട്ടിയുള്ളൂ. ദാറ്റ് വാസ് ദിസ് കമ്പനി, കാനു എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. ഇപ്പം തന്നെ നമ്മൾ ജോലിക്ക് പോകേണ്ടി വന്നു. ജോലിക്ക് പോകേണ്ടി വന്നു. പിന്നെ MBA പഠിച്ചതിൻ്റെ അഹങ്കാരം അപ്പം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം നമുക്ക് MBAക്ക് നല്ല സ്കോപ്പുള്ള ടൈമാണെന്ന് തോന്നുന്നല്ലേ? സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കമ്പനിയിൽ ഞാൻ പോയപ്പം അവർ ശരിക്കും എൻ്റെ ഈഗോ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു ശരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചതിൻ്റെ ഒരു MBA എന്ന് പറയുമ്പോൾ നമ്മളെ അങ്ങനെയാണ് മോൾഡ് ചെയ്യണത്. നമ്മളെ പലപ്പോഴും ഇപ്പോൾ MBA പഠിക്കുന്ന പിള്ളേരെ ആയാലും അങ്ങനെയായിരിക്കും മോൾഡ് ചെയ്യണത്. ബിക്കോസ് MBA ഒരു സംഭവമാണ്, MBA ഒരു അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന തേച്ച് മടക്കി വെച്ച് നമ്മുടെ മുമ്പിൽ എന്താ പറയുക ഡ്രസ്സ് വരുന്നു, നമ്മളത് ഇട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ബ്ലേസേഴ്സ് ഇട്ടിട്ട് വരുന്നു. അപ്പം ഓൺലി തിങ് നമ്മൾ അവിടെ പോയി ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ അപ്പം അവിടെ ജോയിൻ ചെയ്തിട്ടൊരു 6 മാസം ഞാനും ഫോട്ടോസ്റ്റാറ്റ് മെഷീനും തമ്മിലും ഗുസ്തിയായിരുന്നു. ഈ തുറക്ക രാവിലെ ഇത്രയും ബഞ്ച് ഓഫ് ഇൻവോയ്സസ് കൊണ്ടുവരും. ഇതിൻ്റെ കോപ്പി എടുക്കലായിരുന്നു എൻ്റെ പണി. ടൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് പൊക്കി അടക്കുക തന്നെയായിരുന്നു പണി. എന്തിനാണോ MBA പഠിച്ചത്. അപ്പം പക്ഷേ ദാറ്റ് വാസ് എ ലേണിംഗ് മൊമെൻറ്റ്. ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ വാസ് സീറോ ആഫ്റ്റർ ദാറ്റ്. ഇനിയിപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ടൈ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ രാവിലെ വരുമ്പോൾ തന്നെ അപ്പം ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. എൻ്റെ റൂമിലുള്ള ആൾക്കാർ കളിയാക്കാൻ തുടങ്ങിയത് ഇതല്ല പരിപാടി, രാത്രിയാകുമ്പോൾ മറ്റേ തൈലിട്ടിട്ട് അവിടെ ഒഴിയണം. അപ്പോൾ ഇങ്ങനെയാണ് 3 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഗ്രാജുവലി ഷിപ്പിംഗ് എന്താണെന്ന് പഠിച്ചു തുടങ്ങി. ദാറ്റ് വാസ് മൈ ഇവിടം വരെ എത്താനുള്ള കാരണം. ഇതിനിടയ്ക്ക് കല്യാണമൊക്കെ ഇപ്പോൾ സംഭവിച്ചു? കല്യാണം ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. വിപ്ലവമായിരുന്നു. ഞാൻ ING-ലായിരിക്കുമ്പോൾ, ഞാൻ പോകുന്നതിൻ്റെ ഇടയിലാണ് ഷീ കെയിം ടു മൈ ലൈഫ് ആൻഡ് ടു ING. അപ്പം അത് കഴിഞ്ഞ് ക്ലോസ് ആയി. പിന്നെ കല്യാണം ഗ്രാജുവലി വിപ്ലവപരമായുള്ള കല്യാണം കഴിയുന്നു. പിന്നെ രണ്ട് മതമാണ്. മതമാണ്. അങ്ങനെ വി ആർ ഹാപ്പി. നോർമൽ, എന്തായാലും അതൊരു വിപ്ലവം ആവണമല്ലോ. തീർച്ചയായിട്ടും. എൻ്റെ ദുബായിക്ക് പോകുമ്പോൾ ഭാര്യ കൂടെ ഉണ്ടോ? അപ്പം ഇല്ല, ആ ടൈമിലില്ല. അത് കഴിഞ്ഞിട്ടൊരു 3 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞത്. എനിക്ക് ജോലി കിട്ടിയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. ഫ്രം 2010 മാർച്ച് തൊട്ട് ഷീ വാസ് വിത്ത് മീ. ഇപ്പോൾ ഒരു MBA-കാരൻ്റെ ഭാര്യയായിട്ട് ദുബായിലേക്ക് വരുവാണ്. തീർച്ചയായിട്ടും. സ്വപ്നസുന്ദരമായ ജീവിതമാണോ വാഗ്ദാനം ചെയ്തത്? എങ്ങനെയായിരുന്നു അവിടെ? ഈ പറയണ ഒരു ദുബായ് എന്നുള്ളൊരു ഫെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താ പറയുക, സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ബിക്കോസ് ഞാനും പുതുതായിട്ട് ദുബായിൽ, എനിക്കധികം മാസങ്ങളായിട്ടില്ല. സാലറി വാസ് ടു ലോ. ആൻഡ് പിന്നെ പറയാമെന്ന് വെച്ചാൽ 3500 രൂപ സാലറി കിട്ടുമ്പോൾ 2000 രൂപ റെൻ്റ് അടയ്ക്കണം. പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീങ്ങണം. സോ ഇറ്റ് വാസ് വെരി ഹാർഡ്. അത്ര എളുപ്പമായിരുന്നില്ല? ഒട്ടും എളുപ്പമായിരുന്നില്ല. പ്രേമിച്ചു വന്ന ഭാര്യ പറഞ്ഞോ, മനുഷ്യ നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു തുടങ്ങി? അങ്ങനെ ചോദിച്ചില്ലെങ്കിലും എനിക്ക് ആ നോട്ടത്തിൽ നിന്ന് ചിലപ്പോൾ മനസ്സിലാവും. സോ ഇതൊരു ഇറ്റ്സ് ഓക്കെ, വി വർ റെഡി ടു ഫേസ് എനിത്തിങ്. ദാറ്റ്സ് വാട്ട്. ഒരുമിച്ച് നിന്ന് ഫേസ് ചെയ്തു. ദാറ്റ്സ് വാട്ട് ടിൽ നൗ. അല്ല, എല്ലാ ആണുങ്ങളുടെയും ജീവിതത്തിൽ വൈഫിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോൾ. തീർച്ചയായിട്ടും. എന്താണ് റിഗേഷനെ സംബന്ധിച്ച് ആ സമയത്തെ വൈഫ്? അല്ല, വൈഫ് എന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് മാരീഡ് ബൈ 23 or 24. ഏർലി മാരേജ്. അപ്പം 2011 ഐ ഹാവ് എ ഫസ്റ്റ് കിഡ്, January 1. അപ്പം പെട്ടെന്നുള്ള ചേഞ്ചസ് സിൻസ് 2009 ദർ വാസ് ചേഞ്ചസ് ഹാപ്പനിങ് ത്രൂ ഔട്ട് മൈ ലൈഫ്. ഇറ്റ് വാസ് എന്താ പറയുക, അല്ല അതൊരു എക്സ്പീരിയൻസ്. ഹൗ യു മാനേജ് തിങ്സ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു അപ്പോൾ നിങ്ങൾ? നോട്ട് റിയലി ഗുഡ്. ബിക്കോസ് ഈ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് സാലറി വാസ് വെരി ലെസ്. ഞാൻ മാത്രമേ ഏണിങ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ റെൻറ്റ് വാസ് ഓൾസോ വെരി ഹൈ. പിന്നെ കടം ചോദിക്കാൻ നമ്മുടെ എന്താ പറയുക, ഈഗോ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമാനിച്ചായിരുന്നു രാത്രി കിടന്നപ്പോൾ. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുക, ഞാൻ അപ്പം ഐ വിൽ ഗോ ബാക്ക് ടു ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് എപ്പോഴും ഓരോ ദിവസവും ഓരോരോ ഐഡിയാസാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു വീടിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, ഞങ്ങൾ മോഗ്ലി പാർക്ക് എന്ന് തന്നെ വിളിക്കാം. അപ്പം അവിടെ ഇങ്ങനെ ഒരു കൽവേർട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കലങ്ക് അങ്ങനെയൊക്കെ എടുക്കും. എല്ലാവരും മുകളിലേക്ക് നോക്കി എടുക്കും. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാവുക. അപ്പോൾ എന്നും ഉണ്ടാവുന്ന ഡിസിഷൻസാണ്
നമുക്ക് എന്തെങ്കിലും തുടക്കണണ്ടാ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, എടാ നീ അറിഞ്ഞ നീ അവൻ രക്ഷപ്പെട്ട ഇതൊക്കെയാണ് നമ്മുടെ അപ്പോൾ അവൻ ശരി, അങ്ങനെ ചർച്ചകളുണ്ട് എന്നും. അപ്പം അതൊക്കെ കാരണമായിരിക്കും ബാക്ക് ഓഫ് ദി മൈൻഡ് എനിക്ക് എന്നും എനിക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹോംലി. എനിക്ക് ഈ നാടും ആ നാടിൻ്റെ സ്മെല്ലും ആ മഴ പെയ്യുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ, ആ സ്മെല്ലും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. മോർ ഓവർ ഇതാണ് എൻ്റെ കലുങ്കിൽ കടുപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത്. അപ്പോൾ അതങ്ങനെയാണ്. അപ്പം അതുപോലെ ആലോചിച്ചു. അതെ, തിരിച്ചു വരണം, എന്തായാലും തിരിച്ചു വരണം എന്നുള്ളത് മനസ്സിൽ അത് എപ്പോഴായാലും. പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് വെരി ഗുഡ്. പിന്നെ അവിടെ എന്ന് പറയുമ്പം ഞാൻ കുറ്റം പറയല്ല, പക്ഷേ എൻ്റെ പിള്ളേർക്ക് ഇത്രയും കൂടിയും എന്താ പറയുക, ഇവിടെ ജനിച്ചു വളർന്ന ഒരു പ്രത്യേക ഒരു സ്കില്ലുണ്ട്. ഇപ്പം നമ്മൾ തൃശ്ശൂർക്കാർ ഭയങ്കര ബിസിനസ്സിൽ ഭയങ്കര സ്കിൽഫുള്ളാണെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അവർക്കൊരു പ്രത്യേക സ്കില്ലുണ്ടാവും, നേരിടാനുള്ളൊരു പക്വത. ദർ ഈസ് ഓൾവേസ് എ പ്ലാൻ ബി ഇവിടെ പിടിക്കുന്ന പിള്ളേർക്ക്. അവിടെ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. ബസ് കിട്ടിയില്ല, തിരിച്ചു വരുന്നു. അമ്മ ബസ് കിട്ടിയില്ല. ഇവിടെ എന്ന് പറയുമ്പം ബസ് കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തെ രണ്ട് സൈക്കിളിലോ ഓട്ടോറിക്ഷയിലോ ഷെയർ ചെയ്ത് ഇവർ പോകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ്. അതുകൊണ്ട് തിരിച്ചു വരാമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ തിരിച്ചു വരാൻ പറ്റിയില്ല എന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ഊഹിക്കുന്നു. തിരിച്ചു വരാൻ കാലം കൂടെ ആ യാത്ര തുടർന്നു ദുബായിൽ. തിരിച്ചു വരാൻ ഇപ്പം ഞാൻ പറയാന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കണ മിക്ക 90% ആൾക്കാർക്കും തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കും. പ്രവാസികൾക്കെല്ലാം തീർച്ചയായിട്ടും 100%. അതിൽ അവരെ പേടി കാരണമാണ് അവർ വരാത്തത്. എന്ത് ചെയ്യും, എന്താ ചെയ്യുക, അവരെ എങ്ങനെ ചെയ്യും, നമ്മൾ പറ്റിക്കപ്പെടുമോ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എന്താ തുടങ്ങുക, ഇതാണ് മെയിൻ ഇഷ്യൂസ്. എല്ലാവരും അതിൽ കൂടെ പോകുന്നൊരു തന്നെയായിരിക്കും. ഇവിടെ നമ്മുടെ ആ ജോലി എങ്ങനെ ഉണ്ടായി? എന്തായാലും ജോലി എന്നുള്ള ഉപരി എനിക്ക് ഐ വാസ് ലേണിങ് ഇറ്റ്. ഐ വാസ് എക്സ്പീരിയൻസ് മാർക്കറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. അവിടെ ഷിപ്പിംഗ് സെഗ്മെന്റിലായിരുന്നു. ഇവിടെയും ഷിപ്പിംഗ് സെഗ്മെന്റ് സെയിം തന്നെയായിരുന്നു. പക്ഷേ ഐ വാസ് ലേണിങ്. അതേപോലെ തന്നെ ഞാൻ ഈ മാർക്കറ്റ് പഠിക്കുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് വന്നിട്ട് നേരിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് മാർക്കറ്റ് പഠിക്കണം, മാർക്കറ്റിലെ ആൾക്കാരെ പഠിക്കണം. അപ്പം ഞാനൊരു പൈലറ്റ് സ്റ്റഡി ഇട്ടു. ഒരു റിക്രൂട്ടേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സംരംഭം തുടങ്ങിയാക്കി ഒരു ചെറിയ സാധനം. അന്ന് എനിക്ക് മനസ്സിലായി ദാറ്റ് വാസ് സക്സസ്ഫുൾ. അന്ന് എനിക്ക് മനസ്സിലായി പണിയെടുക്കാൻ ഇവിടെ കേരളത്തിൽ പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏത് സംരംഭവും വിജയിക്കും എന്നുള്ളത്. 100%. റിക്രൂട്ടേഴ്സ് ക്ലബ്ബ് വെറും ഒരു HR കൺസൾട്ടൻസി ആയിരുന്നു. എൻ്റെ വൈഫ് HR ആണ്. ഷീ നോസ് ഹൗ ടു റിക്രൂട്ട് ഇറ്റ്. റിക്രൂട്ടിങ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഞാൻ പോയി മാർക്കറ്റ് ചെയ്യും. ഞാൻ ഈ ശനിയാഴ്ച മുടക്കാണ്. ശനിയാഴ്ച പോയി ഈ പറയുന്ന കമ്പനീസിലൊക്കെ പോയി മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇന്നും റെപ്യൂട്ടഡ് ക്ലയൻസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്തെന്ന് വെച്ചാൽ വി വിൽ സ്റ്റാർട്ട് അഗെയിൻ, ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം അത് വാസ് എ പാർട്ട് ടൈം ഇൻകം എന്നുള്ള ഉപരി ദാറ്റ് വാസ് എ മാർക്കറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് ഗേവ് മി എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ദാറ്റ് എനിത്തിങ് വിൽ വർക്ക് ഔട്ട് ഇൻ ദിസ് കേരള. നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു ചങ്കൂറ്റം വന്നു. അതെ, എനിത്തിങ് വിൽ ഗ്രോ. അപ്പം പണ്ടൊക്കെ നമ്മൾ ദുബായിനെ പറയില്ലേ എന്തിട്ടാലും മുളയ്ക്കുമെന്ന്, അതേപോലെ തന്നെയാണ് കേരളവും. എന്തിട്ടാലും മുളയ്ക്കും നമുക്ക് ഉറപ്പാണ്. ഉറപ്പായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് നമ്മുടെ അതെ മെയിൻ സാധനം എടുത്തിട്ടില്ല. മെയിൻ സാധനം എടുക്കണുള്ളൂ. മെയിൻ സാധനം എടുക്കുന്നു നമ്മൾ. അതിന് മുമ്പ് നമ്മുടെ കമ്പനിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം പുതിയൊരു പ്രൊജക്റ്റ്. അപ്പം പലർക്കും എന്താണ് ഈ ഷിപ്പിംഗ് ഏജൻസി എന്ന് അറിയണ്ടാവില്ല. ഐ വിൽ കം ടു ദാറ്റ്. ഷിപ്പിംഗ് ഏജൻസി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഒരു ഷിപ്പ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ്, പോർട്ട് ഫോർമാലിറ്റീസ്, കസ്റ്റം ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തിട്ട് വേണം ഒരു വെസൽ, ഒരു ഷിപ്പ് ഇങ്ങോട്ട് എത്താനായിട്ട്, പോർട്ടിൽ വരാൻ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്യുക. കയറി പോരാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അതേപോലെ ആ ഷിപ്പ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ നിന്ന് സൈൻ ഓക്കെ ഫൈൻ യു ക്യാൻ കം ഇൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം ആ ഷിപ്പിൻ്റെ ഓണർ നമ്മളെ അപ്പോയിൻ്റ് ചെയ്യണം ഓൺ ബിഹാഫ് ഓഫ് ദെം ടു ഡു എവ്രിതിങ് വാട്ട് ദേ വാണ്ട്. ഓക്കെ, പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. സേഫായിട്ട് ആ ഷിപ്പിനെ സെയിൽ ചെയ്യുന്നു. അപ്പം അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതല്ല ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ഏജൻസീസ് ഉണ്ട്. ഒരാൾ മാത്രമാണ് നമ്മൾ. ഗവൺമെന്റിന്റെ എന്തെങ്കിലും ബോർഡ്, അതോറിറ്റി ബോർഡോ? ഇല്ല. നമ്മൾ ഗവൺമെന്റില്ല. നമ്മളെ പൊതുവെ പറയാം സ്റ്റീമർ ഏജൻസ് എന്നാണ് പറയാൻ.
അല്ല, ഞാൻ നിങ്ങളല്ല ചോദിച്ചത്, ഇതൊക്കെ ഈ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഇല്ല അത് നമ്മളാണ് ചെയ്യുന്നത്. നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭാഗം. അതല്ലാണ്ട് ഇതിൻ്റെ തന്നെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഉണ്ട്. ഷിപ്പിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ്, ബ്രോക്കിംഗ്, ഓക്കെ. അതൊരു ഭാഗം. പിന്നെ ഷിപ്പിങ്ങിൻ്റെ ക്രൂവിങ്, ഷിപ്പിലുള്ള ക്രൂവിൻ്റെ സപ്ലൈ, അങ്ങനത്തെ കാര്യങ്ങൾ, ക്രൂവിനെ വേണം അത് സപ്ലൈസ്. പിന്നെ ചാർട്ടറിങ്, ഷിപ്പും ഇപ്പം നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്ത് ഓടിക്കുന്ന പോലെ ഷിപ്പ് മേടിച്ച് ഓടിക്കുക, വൈഡ് ടേം. അപ്പം അതിലൊരു ഭാഗം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഈ കമ്പനിയോട്, ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയോട് ഞാൻ പ്രസൻറ്റ് ചെയ്തു, ഐ ഹാവ് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, ഐ ക്യാൻ ഡൂ ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പം അവർ അത്രയും ഇമ്പ്രസീവ് ആയില്ല. സം അതർ റീസൺ കൈയിലേക്കാണ് പ്രതീക്ഷ. ഇല്ല അതെ മനസ്സിലാവാണ്ടാണോ അവർ എന്റർടൈൻ ചെയ്യാണ്ടാണോ, അതെ അവർക്ക് ചിലപ്പം ഉള്ള ഇത് വെച്ചിട്ട് ദേ വർ ഹാപ്പി. അപ്പം തോന്നി ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് പ്ലാനിങ് മിഡ് ഓഫ് കോവിഡിൻ്റെ ഇതിൽ നമ്മൾ പേപ്പറൊക്കെ മൂവ് ചെയ്തു. ഐ റിസൈൻ ഫ്രം ദ ജോബ് ആൻഡ് ഒരു ക്ലയൻറ്റും ഇല്ല കേട്ടോ. അപ്പം 0 ക്ലയൻസ്, ഒന്നുമില്ലാണ്ട് ചാടി എന്തായാലും തുടങ്ങാണ്. ദർ ഇസ് നത്തിങ് എൽസ്. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ പേപ്പേഴ്സൊക്കെ കൊടുക്കുന്നു. നമുക്ക് കുറേ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോർട്ടിൽ പേപ്പർ കൊടുക്കാൻ പോകുമ്പം നമ്മുടെ അവിടുത്തെ ഒരു സ്റ്റാഫ്, മോനെ വേറെ ഒന്നും വിചാരിക്കരുത്, ഇഷ്ടംപോലെ ഏജൻസി ഇവിടെയുണ്ട് പണിയില്ലാണ്ട്, നീയും കൂടി എന്തിനാ വേറെ വല്ല പണിക്ക് പോ. ഇതുകൊണ്ട് കംപ്ലീറ്റ് തകർന്നു നമ്മുടെ പ്ലാനോ. നമുക്ക് വേറെ ഓപ്ഷനില്ല, വി ഹാവ് ഓൺലി പ്ലാനോ എ. അപ്പം നമുക്ക് വേറെ ഓപ്ഷനില്ല. അപ്പം ഞാനത് വെച്ച് മുൻപോട്ട് പോയി. ആൻഡ് ടച്ച് വുഡ്, വി ആർ ദ ഫസ്റ്റ് എവർ കമ്പനി ഹു കംപ്ലീറ്റഡ് 100 ഷിപ്സ് അറ്റൻഡൻസ് ഇൻ 1 year സിൻസ് ഇൻസെപ്ഷനിൽ സെയിം ഇയറിൽ 100 വെസൽസ് കംപ്ലീറ്റ് ചെയ്തത് ഏജൻസി ബൈ ഗോഡ് ഗ്രേസ്. യാ, ഈ അന്ന് വേണ്ടാന്ന് പറഞ്ഞ മോനെ വേറെ പണി നോക്കുന്നു പറഞ്ഞ. അപ്പം ഞങ്ങളുടെ 100 വെസലിൻ്റെ സെലിബ്രേഷന് ഐ കോൾഡ് ഹിം, സോ ഫോർ ദ പാർട്ടി ആൻഡ് അതർ തിങ്സ്. സോ ഹി വാസ് ടെല്ലിങ് ദ സെയിം തിങ്, ലൈക്ക് ഞാനൊന്നും വിചാരിച്ചില്ല ഇങ്ങനെയാവുമെന്ന്, ബട്ട് എനിവേ കൺഗ്രാജുലേഷൻസ്. യാ, സോ ദാറ്റ് വാസ് ഗുഡ്. അല്ല, അവരുടെ ഒരു അതുവരെയുള്ള എക്സ്പീരിയൻസിനെ വെല്ലുവിളിച്ച ഒരാളെയാണ്. അല്ല, ബിക്കോസ് അത് എന്നെ ഒരിക്കലും കളിയാക്കിയോ ഇതാക്കിയോ പറഞ്ഞതല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ദിസ് ഈസ് വാട്ട് റിയാലിറ്റി. പക്ഷെ ഇന്നും ഞാൻ പറയാം, എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത പല കമ്പനീസും സ്റ്റാർട്ടപ്സ് ദെയർ ആർ നോട്ട് ദെയർ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു, എന്താണ് ഏജൻസിയുടെ ബ്രാൻഡ് നെയിം ഇതുവരെ പറഞ്ഞില്ല. ഏജൻസി തുടങ്ങിയെന്ന് പറഞ്ഞു, ബ്രാൻഡ് നെയിം പറഞ്ഞിട്ടില്ല. ബ്രാൻഡ് നെയിം ഈസ് വാൾട്ടർ ക്യുമിൻസ്. എവിടെ നിന്നാണ്, എന്താണ് ഈ പേരിൻ്റെ അർത്ഥം? വാൾട്ടർ ഈസ് എ പവർഫുൾ സെയിലർ ഇൻ ഗ്രീക്ക് മെത്തോളജി. ഓക്കെ. സോ ഇതാണ് വാൾട്ടർ ക്യുമിൻസ് എന്ന് വെച്ചാൽ പവറാണ് ഉദ്ദേശിക്കുന്നത്, പവർ ഇൻ ദ ഷിപ്പിംഗ് ഇൻഡസ്ട്രി. പവറായി മാറിയോ? പവർ ആവാൻ ശ്രമിക്കുന്നു. ഈച്ച് ഡേ വി ആർ ഗ്രോയിങ്. അന്ന് നമ്മൾ ഒരു 28,000 രൂപ ശമ്പളത്തിലാണ് വരുന്നത്. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു വരുമാനമുണ്ട്. എന്താണ് താങ്കളെ സംബന്ധിച്ച് സക്സസ്? എന്താണ് സക്സസിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം കിടന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം നമ്മൾക്ക്. ഫോർ മീ ദാറ്റ് ഈസ് സക്സസ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റുന്ന ഒരു സക്സസ്, നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ ഒപ്പം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യില്ലേ, അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ സക്സസ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് എസ്. ഇതൊക്കെയാണ് സക്സസ്. അന്ന് ഈ നടന്നു വന്ന 2011 ആയിരിക്കും നടന്നത്. ഇന്ന് ഭാര്യയോട് അത് പറയുമ്പോൾ ഭാര്യ എന്ത് പറയും? എന്താണ് അവരുടെയൊക്കെ ഒരു തിരിച്ചറിവ്? ആക്ച്വലി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ യാത്രയിൽ കൂടെയുണ്ടോ? നീളം കൂടെയുണ്ട്. അറ്റ് ടൈംസ് ചിലപ്പം അവർക്കും തോന്നിയിട്ടുണ്ടാവും, ഓ ദിസ് ഈസ് എ മാഡ് മാൻ, അല്ലെങ്കിൽ റോങ് ചോയ്സ് ആയിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. ബട്ട് സം മോർ അതർ വേ ഷീ ഹാസ് സ്റ്റിക്ക് ടു ദാറ്റ്. അപ്പോൾ ഇപ്പം ലൈക്ക് ഒരു പ്രൗഡ് മൂമെൻ്റ് അല്ലേ, ലൈക്ക് ഒന്നുമില്ലാത്തടത്തുനിന്ന് നമ്മൾ വി ഹാവ് എല്ലായിടത്തുനിന്ന് എത്തിയെന്നല്ല നമ്മൾ പറയണത്, എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. ആൻഡ് ലോങ് വേ ടു ഗോ. ഇപ്പം ലോങ് വേ ടു ഗോ. ഇറ്റ് ഈസ് നോട്ട് അതിപ്പോൾ ഒരു സ്റ്റാർട്ട് മാത്രമായിട്ടുള്ളൂ. ഇനി നമ്മളൊരു ചെടി നടുമ്പോൾ നമ്മൾ 3 കൊല്ലം ശ്രദ്ധിച്ച് നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ഒരു 3 കൊല്ലം ബിസിനസ് നന്നായിട്ട് നമ്മൾ സ്റ്റെബിലിറ്റി അതിൽ സസ്റ്റെയിൻ ചെയ്യുക ഈസ് ദ കീ ഓഫ് സക്സസ്. അപ്പോൾ ഈ 3 ഇപ്പം നമ്മൾ 5ാമത്തെ കൊല്ലം അപ്പം പോകുന്നു. അപ്പോൾ 3 കൊല്ലം വി സസ്റ്റെയിൻഡ് ആൻഡ് വി ആർ ഗ്രോയിങ്. സോ ദാറ്റ് ഈസ് ഫൈൻ. ആൻഡ് അവർ വിഷൻ ഈസ് വെരി ക്ലിയർ.
അത് ഒരു സ്റ്റാഫിന്, ഏതൊരു സ്റ്റാഫിനായാലും ഇറ്റ് ഈസ് വെരി ക്ലിയർ. നെക്സ്റ്റ് 10 ഇയേഴ്സിലെ പ്ലാൻ ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ അസ്. എന്താണ് നമ്മൾ ചെയ്യണത്, ഈച്ച് ഇയർ ഹൗ വി ആർ പ്രൊസീഡിങ്, ഇതൊക്കെ ഓരോ സ്റ്റാഫിനും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വാൾട്ടർ ക്യുമിൻസ് ഞാൻ മുമ്പിലിരുന്നുകൊണ്ട് പരിപാടി നടക്കണമെന്നല്ല. ഒരു വിഷനുണ്ട്, വിഷൻ ഉണ്ട്. ആൻഡ് ദർ ആർ പീപ്പിൾ ഹു ക്യാൻ ഡു വിത്ത് പെർഫെക്ഷൻ ദാറ്റ് മിഷൻ. അല്ല, അത് എപ്പോഴും ഒരു കമ്പനിക്ക് വേണ്ടത് വിഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നേരത്തെ ഒരു വിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കലിങ്കയിൽ ഇരുന്നിട്ട് സ്വപ്നം കാണുന്ന കുറച്ച് കൂട്ടുകാരെ കുറിച്ച്. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ കലിങ്കയിലിരുന്ന് സ്വപ്നം കണ്ട ഒരു സൗഹൃദത്തിൻ്റെ കാലം ഉണ്ടാകും. നമ്മൾ എന്താണ്, നമ്മളെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന കുറച്ച് ആൾക്കാർ. തീർച്ചയായിട്ടും. എന്താണ് ആ സൗഹൃദങ്ങളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ? അതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ സൗഹൃദങ്ങൾ സ്വാധീനിച്ചിട്ടുള്ളത്? പിന്നെ ഒരു സൗഹൃദം എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് അധികം പേരൊന്നും വേണ്ട നമ്മുടെ കൂടെ നിൽക്കാൻ. നമുക്ക് ചിലപ്പം 1-2 ആൾക്കാർ മതി നമ്മളെ ഒന്ന് തട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പം അവരെന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യം ഞങ്ങൾ എവിടേക്കെങ്കിലും പോവും. ഞങ്ങൾ 4 പേര് എവിടെയെങ്കിലും സമയം സ്പെൻഡ് ചെയ്യും, അതിനുള്ള സമയം കണ്ടെത്തും. അവരും അതേപോലെയാണ്. അപ്പം ദാറ്റ് വാസ് എന്താ പറയുക, അതിപ്പം ഒരു വൈഫിനൊക്കെ ദേ നോ അതൊരു ഇതാണ്, എന്താ പറയുക, സ്ട്രെസ് ബസ്റ്റർ കം. നമ്മളാവണ അപ്പോഴേ ഉള്ളേ. 4 പേരാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. 4 പേര്, പിന്നെ ഗൾഫിൽ 2 പേരുണ്ട്. അപ്പം അവരും ആൻഡ് മോർ ഓഫ് തിങ് എന്ന് വെച്ചാൽ ഇന്ന് വരെ ഞാൻ അവരെ എൻ്റെ കമ്പനിയുടെ ഒരു ഫംഗ്ഷന് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ വൈന്ന് നിങ്ങൾ ചോദിക്കും, എനിക്കറിയാം. ബിക്കോസ് അവരെന്നെ അങ്ങനെയല്ല. ബിക്കോസ് ഞാൻ എന്നേതായിട്ട് എൻ്റെ കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് അവരായിട്ട്. ബിക്കോസ് ഞാൻ ട്രൂ എവിടെയാണ് അവിടെയാണ്, ഞാനായിട്ടിരിക്കുന്ന അവിടെയാണ്. അല്ലാണ്ട് ഇപ്പം ഞാൻ കുറേ ഞാൻ പറയട്ടെ, ഒരു ഫ്രണ്ട് ഇപ്പം നമ്മൾ എത്ര എക്സ്പെൻസീവ് കാറിൽ പോയാലും ഞാൻ ഇവരെ കയറ്റി പോകുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇറങ്ങിയിട്ട് ചായയുടെ പൈസ കൊടുക്കും 10 രൂപ. അവൻ ചിലപ്പം ഓട്ടോ ഡ്രൈവറാണ്. അവൻ ചിലപ്പോൾ ഓടിയിട്ട് 400 രൂപയ്ക്ക് ദിവസം ഓടുന്ന ആളായിരിക്കും. സോ അതിൻ്റെ ഒരു വാല്യൂ ഒന്നും നമുക്ക് എവിടെയും ഇല്ല. അങ്ങനെ വാല്യൂ ജീവിതത്തിൽ സുഹൃത്തുക്കൾ തന്ന നിമിഷങ്ങൾ ഒരുപാട്. ചിലവർ പൈസ തിരിച്ചു ചോദിച്ചിട്ടില്ല, വലിയ എമൗണ്ടാണ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും വരുമ്പം ഞാൻ ഈ ചെക്ക് എഴുതി വെക്കുന്ന പരിപാടി ഉണ്ട്. എന്നിട്ട് വർത്താനം പറഞ്ഞ് നമ്മൾ വിട്ടുപോകും. അപ്പോൾ പിന്നത്തെ കൊല്ലാണ് വരിക. അങ്ങനെ ഇപ്രാവശ്യവും ഇതിലെ കൂടെ പാസ് ചെയ്യാം, MG റോഡിൽ പാസ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു പോയിന്റിൽ വന്നിരുന്നു. ഞങ്ങൾ 4 പേര് പണ്ട് വന്നിരുന്ന പോയിന്റ്. അപ്പം ഞാൻ ഇതിൽ പാസ് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കും. അപ്പം ഞാനപ്പോൾ അവനെ വിളിക്കണം. നല്ല പോയിന്റ്. ഇവിടെ MG റോഡിൽ പണ്ട് ഒരു നമ്മുടെ തൊപ്പി ഇതൊക്കെ ഇരിക്കും, അവിടെ ഒരു തട്ടുകടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഒരു പ്രാവശ്യം. അങ്ങനെ അപ്പോൾ അതിൽ പാസ് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കും. അപ്പം അവനെ ഞാൻ വിളിച്ചു ഒരു പ്രാവശ്യം, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ തരാം. ആ സൂപ്പർ അളിയ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നീ തന്നോ. അപ്പം ആ ഒരു കണക്കുകളില്ലാത്തൊരു ബന്ധമല്ലേ, അതായത് കണക്കും കാര്യങ്ങളും. ചിലപ്പോൾ പല ആൾക്കാർ 5000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നീ തന്നില്ലല്ലോ, നീ തന്നില്ലല്ലോ, അങ്ങനെ ഒരു എണ്ണിച്ചുട്ട അപ്പം പോലെ പണത്തിന് പുറകെ പോയ ബന്ധങ്ങളാണ് പൊതുവെ സൗഹൃദങ്ങളിലും ഒരുപാടടുത്തുണ്ട്. നിങ്ങൾക്ക് അതില്ലാത്തത് ഭയങ്കര ഭാഗ്യം. ഒരുപാട് എന്താ പറയുക, ഐ ഫീൽ ബ്ലെസ്ഡ് വിത്ത് എന്താ പറയുക ഈ കൈൻഡ് ഓഫ്. ഇത് മാത്രമല്ല പറയാത്ത. അപ്പം ജാസിം എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ വീട്ടിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാം. അവനാണ് എൻ്റെ ഫുൾ സ്പോൺസറായിരുന്നു ചെറുപ്പത്തിൽ. അന്ന് നമ്മളുടെ വീട്ടിലൊന്നും മിഡിൽ ക്ലാസ് ആയിട്ടുള്ളൊരു ഫാമിലിയിലാവുമ്പോൾ അവൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഉപ്പൊക്കെ ഗൾഫിലാണ്. അപ്പോൾ എന്ത് മിഠായി ആയാലും എന്ത് കാര്യങ്ങളായാലും ഒരു മടി കൂടാതെ ബാറ്റ്, ഒരു ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ബാറ്റ് അവൻ തന്നിട്ട് വേണം. ഒരു പുതിയ ഒരു മിഠായി, ഫോറിൻ മിഠായി കഴിക്കണമെങ്കിൽ അവൻ തന്നിട്ട് വേണം. പക്ഷേ അതിലൊരു പ്രാവശ്യം പോലും ഒരു പാർഷ്യാലിറ്റിയോ ഓരോ സമയം അവൻ കളി കഴിഞ്ഞ് ചിലപ്പം ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും. ഇക്കാര കടയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, പൊറോട്ടയും ഇറച്ചിയും 10 രൂപ ഉണ്ടെങ്കിൽ 2 പൊറോട്ടയും ഇത്തിരി ഇറച്ചി ചാറും കിട്ടും. ഞങ്ങൾ ഒരുമിച്ച് പോയി കഴിക്കും. അവനാണ് എപ്പോഴും പൈസ കൊടുക്കുക. ഒരു കണക്കും അന്നത്തെ ഇന്ന് വരെ. ഇപ്പം ഞാൻ ദുബായിൽ പോയപ്പോൾ എന്നെ കണ്ടിട്ട് പോകുന്നത് ഒരു ബന്ധമാണത്. അതൊക്കെ ഒരു ഗിഫ്റ്റഡ് എന്താ പറയുക ബന്ധങ്ങളാണ്. അല്ല, ഒരു കാലഘട്ടത്തിലേ നമ്മളോട് പണമില്ലാത്തപ്പോൾ നമ്മളോട് കുറച്ച് പേര് നിൽക്കും.
പണമുള്ളപ്പോൾ ഒരുപാട് പേര് വരും. ഓ പിന്നെ തീർച്ചയായും. പക്ഷെ അതിൽ പലതൊന്നും ആത്മാർത്ഥതയുള്ളതോ നല്ലതോ ആകണമെന്ന് നിർബന്ധം, നല്ലതുകൊണ്ടിട്ടേ എല്ലാത്തിനും കുറ്റം പറയുന്നില്ല. പക്ഷെ എന്നാൽ ആ സൗഹൃദം നിലനിർത്താൻ പറ്റുന്ന ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. നമ്മൾ കച്ചവടത്തിലേക്ക് വരുമ്പോഴേ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഈ നിർണായകമായ കാലഘട്ടത്തിൽ ഷിപ്പിംഗ് സെഗ്മെൻറ്റിലുണ്ടായ ഒരു മാറ്റമാണ് വിഴിഞ്ഞം. ഈ വിഴിഞ്ഞം നിങ്ങളുടെ ബിസിനസ്സിന് എങ്ങനെയാണ് ഗുണകരമാകുന്നത്? വിഴിഞ്ഞം 2021 ഞങ്ങൾ ഫസ്റ്റ് ഷിപ്പ് അറ്റൻഡ് ചെയ്യണത്. ഫസ്റ്റ് 20th February 2021 മിഡ് ഓഫ് കോവിഡിൽ ഒരു സ്പെഷ്യൽ സാങ്ഷൻ ഗവൺമെൻറ് തന്നു. വിഴിഞ്ഞത്ത് പോയി വിഴിഞ്ഞത്ത് ക്രൂ ഇറക്കാൻ. അങ്ങനെയാണ് വിഴിഞ്ഞം ഫേമസ് ആവുന്നത്. വിഴിഞ്ഞം പിന്നെ നമ്മൾ കണ്ടതൊന്നുമല്ല വിഴിഞ്ഞം ഇതുവരെയും. നമ്മൾ വെറും 1% വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ടുള്ളൂ. വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ ഇതൊന്നുമല്ല, 100 ഇരട്ടിയാണ് അതിൻ്റെ. വിഴിഞ്ഞം നാച്ചുറലി ഗിഫ്റ്റഡ് ആണ് അതിൻ്റെ ഡെപ്ത്ത്. ഓക്കെ. പിന്നെ ഇൻ്റർനാഷണൽ ചാനലിൻ്റെ അടുത്താണ്. കുറേ വലിയ വെസൽസിന് ഷിപ്പിന് വരാം. നമ്മളീ പറയണ പോലെ സിംഗപ്പൂരും പോലെ നെക്സ്റ്റ് ആവേണ്ട ഒരു സ്ഥലമാണ് വിഴിഞ്ഞം. ഈവൻ ഇന്ത്യൻ മാരിടൈം ഓൾസോ നമ്മൾ നോക്കണം. നമ്മൾ ഫുള്ളായിട്ടുള്ള പൊട്ടൻഷ്യൽ ഇതുവരെയായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഗോയിങ് ഫോർവേഡ് ഞാൻ പറയാം, ഐ ബെറ്റ്, മാർക്ക് മൈ വേർഡ്സ്, വിഴിഞ്ഞം വിൽ ബി ഹ്യൂജ്. ഇന്നാളെ ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, വല്ലപ്പോഴും ഷിപ്പുകൾ വരുന്നൊരു തീരമായി വിഴിഞ്ഞം മാറുമെന്ന്. അങ്ങനെ ഒരിക്കലല്ല, ഒരിക്കലുമില്ല. വിഴിഞ്ഞം ബിഗർ ദാൻ ദുബായ് ആകും. ബിഗർ ബെറ്റ്. നെക്സ്റ്റ് 10 years നിങ്ങൾ നോക്കിക്കോ. 10 years if everything goes well, വിഴിഞ്ഞം will all equivalently good as സിംഗപ്പൂർ ലെവലിലേക്ക് എല്ലാ ആ ലെവലിലേക്കും മാറ്റാൻ നമുക്ക് പറ്റും. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ തീവ്രമായിട്ട് എല്ലാ ഭാഗത്തു നിന്നും വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചുവപ്പ് നാടേ ഉണ്ടാകരുത് അങ്ങനെ ഞാൻ പറയില്ല, പക്ഷേ ഇറ്റ് ഈസ് ദയർ. പക്ഷെ ഇപ്പൊക്കെ കുറേ കോൺസെപ്റ്റ് മാറിയല്ലോ. ഇപ്പം അമൃത് കാൽ, മാരിടൈം വീക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. മാരിടൈമിനെ സംബന്ധിച്ച് കുറേ മോർ പ്രൊമോഷൻസ് ഇസ് കമ്മിങ്. ബിക്കോസ് ഇന്ത്യൻ്റെ കോസ്റ്റ് ലൈൻ അത്രയും വലിയ കോസ്റ്റ് ലൈനാണ് നമുക്കുള്ളത്. ഈവൻ കേരളം പോലും മുഴുവനായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഈവൻ അന്ന് ക്രൂ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു വിഴിഞ്ഞത്ത്. ഇന്നത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസും കുറേ റീസൺസ് ഉണ്ടാവാം ഗവൺമെൻറ്റിന്. പക്ഷേ നമ്മളതൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹ്യൂജ് റവന്യൂ ഫോർ കേരള, സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് അതർ തിങ്സ്. ഇതിൻ്റെ അപ്പുറത്തെ വശം നമുക്കറിയില്ല, പക്ഷേ ഇപ്പുറത്തെ ഞാൻ പറയാം, ഇറ്റ് വിൽ ബി എ ഹ്യൂജ് റവന്യൂ. ഇന്നും ശ്രീലങ്കയിൽ ഒരു ഷിപ്പ് നിർത്തണ്ട, ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അവർ സ്ലോ ആയിട്ട് ഡൗൺ ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്ത് പോകും. ഒരു പ്രൊഡ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്നും നമ്മുടെ അവിടെ വന്നിട്ട് ഷിപ്പ് നിർത്തി എല്ലാ ഫോർമാലിറ്റിയും ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ആ ഒരു ശ്രീലങ്ക അവിടെ കിടക്കണം, ഇന്ത്യ അവിടെ കിടക്കണം, സിംഗപ്പൂർ അവിടെ കിടക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഒരു നയപരമായ രൂപീകരണം വരണം തീർച്ചയായിട്ടും. അത് വരികയാണെങ്കിൽ വിഴിഞ്ഞം വൺ ഓഫ് ദ ബെസ്റ്റ് അങ്ങനെ ആകട്ടെ നമുക്ക് ആഗ്രഹിക്കാം. ജീവിതത്തിൽ ഒരുപാട് യാത്ര ചെയ്തു. 2009-2025 വരുമ്പോൾ ഏകദേശം 10-15 വർഷത്തെ കരിയറായി. ജീവിതം അതിനേക്കാളേറെ നീണ്ടു കിടക്കുന്നു. ഏറ്റവും സന്തോഷം തോന്നിയ, ഞാൻ ഇങ്ങനെ ആയതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആകണം എന്ന് തോന്നിയൊരു അഭിമാന നിമിഷം ഏതായിരിക്കും? അഭിമാന നിമിഷം എന്ന് പറയുമ്പം നമ്മുടെ ബ്രാൻഡ് നമ്മൾ തന്നെ നമ്മളെ ബ്രാൻഡ് എന്ന് പറയുമ്പം വാൾട്ടർ ക്യുമെൻസ്, നമ്മൾ ബ്രാൻഡിങ് ലിങ്ക്ഡിൻ, എന്താ പറയുക, ഇൻസ്റ്റയിലൊക്കെ നമ്മൾ പുഷ് ചെയ്യേണ്ടത്. ഞാൻ തന്നെ പുഷ് ചെയ്യണതാണ് ഇരുന്നിട്ട്. നമ്മൾ തന്നെ ചായ എടുക്കടേ, നമ്മൾ തന്നെ പോയി ചായ അടിക്കുന്നു, നമ്മൾ തന്നെ അടിക്കുന്നു. അതെ അതെ, ഇതൊക്കെ ചെയ്തിട്ട് ഡെയിലി നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, ഡെയിലി ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെയിലി അപ്ഡേറ്റ്സ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ലെവൽ, ഒരു 2 കൊല്ലം 3 കൊല്ലം ഈ അപ്ഡേഷനൊക്കെ നിർത്താണ്ട് ചെയ്യാണ് കേട്ടോ. നിർത്താണ്ട് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് എന്താ പറയുക, സംബടി ഇൻ എ മീറ്റിംഗ്, നമ്മൾ ഒരു മീറ്റിങ്ങിൽ പോകുമ്പം ചിലപ്പം ആൾക്കാർ ചോദിക്കും, ഞാനിങ്ങനെ പറയും ഐ എം ഫ്രം വാൾട്ടർ ക്യുമെൻസോ. എനിക്കറിയാം വാൾട്ടർ ക്യുമെൻസ്, ഐ നോ. അപ്പം ഞാൻ എങ്ങനെ ചുമ്മാ പറയാണോ, സത്യം പറയും, ഐ നോ. അപ്പം പറയുമ്പോൾ വി ഫീൽ വെരി പ്രൗഡ്, ലൈക്ക് ശരി, ഇന്നലെ നാളെ കമ്പനീനെ നോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസിനെ നോട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇന്ന് ഒരു ബ്രാൻഡായി മാറി തുടങ്ങി. അപ്പോൾ അത് ആ റെക്കഗ്നീഷൻ കിട്ടുമ്പം, ആൻഡ് വെൻ വി ആദ്യമൊക്കെ പോയി നമ്മൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യുമ്പം ഇറ്റ് ഈസ് വെരി ഹാർഡ്, ആദ്യമായിട്ടുള്ളൊരു കമ്പനി. പക്ഷേ ഇന്ന് ഇത്രയും കൂടി ഈസിയറാണ്, ബിക്കോസ് ദ ബ്രാൻഡ് വാല്യൂ ഹാസ് ഗോൺ അപ്പ്.
അപ്പോൾ ആ ബ്രാൻഡ് വാല്യൂ എന്നുള്ളൊരു ഇതിലേക്ക് എത്തി ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. എനിക്ക് ഭയങ്കര റിസ്ക് എടുത്തതിനൊരു റിവാർഡ് കിട്ടി. ഓൾവേസ് ബിസിനസ് ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അല്ല, ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ അധികം ആർക്കും പരിചിതമില്ലാത്തൊരു മേഖലയാണ്. നിങ്ങൾ എങ്ങനെയോ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മാത്രം നിന്നതുകൊണ്ട് ചെയ്യാൻ സാധിച്ചതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും. എന്തായാലും ആൻഡ് മോർ ഓഫ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ബിസിനസ് ഓണേഴ്സ്, നിങ്ങളെന്നും ഇൻ്റർവ്യൂസ് ചെയ്യണതാണ്. ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ഈഗോയെ പാടില്ല. വി ഹാവ് ടു, ദൈവം നമ്മളെ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ നമ്മളെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് വേണം നമ്മൾക്കൊന്ന് ഏറ്റു നിൽക്കാൻ മൂപ്പര് പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മളെ ട്രെയിൻ ചെയ്യും. ഒരു സാധനവും നമ്മൾ വിചാരിക്കും ഇപ്പം കിട്ടുമെന്ന് വിചാരിക്കും. നെവർ. ഒരു ക്ലയൻറ്റ് വരും, നമ്മൾക്ക് ചില ബിസിനസ് ഇങ്ങനെ നമ്മൾ പറഞ്ഞിങ്ങനെ കയ്യിൽ വെക്കും എന്ന് വിചാരിക്കും. നെവർ. അപ്പൊക്കെ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവും. പക്ഷേ ത്രൂ ദ പ്രോസസ് വി വിൽ ഇവോൾവ്. ഇതൊന്നും ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഇമോഷൻസ് ഒന്നും വരാണ്ടാവുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. ഇറ്റ്സ് ഓക്കെ, ഫൈൻ എന്നുള്ള രീതിയിൽ. ഒരു CEO ആയിട്ട് കമ്പനിയെ ഭയങ്കരമായിട്ട് നയിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ഹാർഡ്ഷിപ്പ്? ഒരു CEOയുടെ ഹാർഡ്ഷിപ്പ് എന്താണ്? അവിടെ ഇറിഗേഷൻ്റെ ഹാർഡ്ഷിപ്പ് എത്രത്തോളം വലുതാണ്? CEO എന്ന് പറയുമ്പം ഇറ്റ് ഈസ് 99% ഡിസിഷൻ മേക്കിംഗ്. 99%, മാർക്ക് മൈ വേർഡ്സ്. അതാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ് ഒരു കമ്പനീനെ കൊണ്ടുപോകുന്നതും ഒരു കമ്പനീനെ തകർക്കുന്നതും. ബിക്കോസ് പ്രോപ്പർലി നമ്മളത് മാനേജ് ചെയ്തില്ലെങ്കിൽ, ഡിസിഷൻസ് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹാർഡ്. അപ്പോൾ CEO നിങ്ങൾ നോക്കിക്കോ, ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ ബിസിനസ്സിൽ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ സൂയിസൈഡ് വരുന്നത് CEO ആണ്. ഏറ്റവും കൂടുതൽ റോങ് ഡിസിഷൻസ് വന്നിട്ട് ബ്ലെയിം ചെയ്യണ ഒരാൾ CEO ആണ്. സോ ഇറ്റ് ഈസ് വെരി ഹാർഡ്, ബട്ട് ദർ ഈസ് ഓൾസോ റിവാർഡ്. പക്ഷെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, നമ്മൾ ഇറ്റ് വിൽ കം അപ്പ്. ദർ ഈസ് എന്താ പറയുക, ഒന്ന് തെറ്റുകൊണ്ട് ദർ ഈസ് നത്തിങ് ഗോയിങ് ടു ബി ലൈക്ക് വേൾഡ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എൻഡ്. So there is lot of opportunities, capitalize on that, lot of positive things happening around. അപ്പോൾ അങ്ങോട്ട് മുൻപോട്ട് പോകുക, അത് വെച്ചിട്ട് തന്നെ. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ അതിൽ നമുക്ക് എല്ലായിടത്തും ജയവും അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ നിമിഷം ഏതാണ്? ഒരു വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടാകില്ല, അത് എപ്പോഴായിരുന്നു? ഇതിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നിയർലി ഒരു കൊല്ലമായിട്ടില്ല. സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ ഐ വാസ് ലുക്കിംഗ് ആഫ്റ്റർ മാർക്കറ്റിംഗ്. ദർ വാസ് എ ഗൈ ഡൂയിങ് ഓപ്പറേഷൻസ്. അപ്പോൾ ഓപ്പറേഷൻസിക്ക് മുഴുവൻ അറിയില്ലല്ലോ. എനിക്ക് ഈ ഷിപ്പ് വന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും വലിയ കാര്യമായിട്ടുള്ളത്, എന്താ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരാളെ ഹയർ ചെയ്തു. അപ്പോൾ ഹയർ ചെയ്തപ്പോൾ ഹി വാസ് ഡൂയിങ് ഗുഡ്. എന്ന് വെച്ചാൽ ആൾക്ക് ഇത്തിരി നോളേജും കാര്യങ്ങളുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഗ്രാജുവലി ഐ വാസ് ടോട്ടലി ഡിപ്പെൻഡ് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ ആയിരുന്നു. ആൻഡ് ട്രസ്റ്റഡ് ലൈക്ക് എനിത്തിങ്. അത് ഇത്തിരി കഴിഞ്ഞപ്പം ഗോട്ട് ടു നോ ഹി വാസ് ഡിച്ചിങ് ദ കമ്പനി. ആൻഡ് എന്താ പറയുക, അത് ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം പിന്നെ അയാളെ പുറത്താക്കേണ്ട വന്നു. അത് നമ്മളത്രയും സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ പുറത്താക്കുമ്പം ദാറ്റ് വാസ് വെരി ഹാർഡ്. ആൻഡ് അവിടെ നിന്ന് ഐ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ, ഒരു കാര്യങ്ങളും നമ്മളൊരാളെ മുഴുവനായിട്ട് ഏൽപ്പിക്കരുത് ഒരു ബിസിനസ്സിലും. സോ വി ഹാവ് ടു ലേൺ. ഞാൻ ബോർഡിങ്ങിന് പോവും, ഞാൻ കസ്റ്റംസിൽ പോവും, ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ പോയി, ഞാൻ ഓരോ സമയവും അതിൻ്റെ എഴുതിയെടുത്ത് പഠിച്ചു തുടങ്ങി. ഫ്രം ദർ ഐ സ്റ്റാർട്ടഡ് ഈച്ച് തിങ്സ്. ഇന്ന് എൻ്റെ എംപ്ലോയീസിന് എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറ്റില്ല ഇത്ര സമയം അവിടെ ചിലവായിന്ന്. ബിക്കോസ് ഐ നോ ഇത്ര സമയം അവിടെ ചിലവാകുള്ളൂ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. നമ്മുടെ അടുത്ത് ചിലവാകൂല, നമ്പർ ചിലവാകൂല. അപ്പം അത്രയും അറിയാമോ, ഒത്തിരി അറിയില്ലെങ്കിലും ഐ നോ ദ ബേസിക്സ്. അപ്പോൾ അതൊരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളേതായിട്ടുള്ള റീസൺ എല്ലാവരുടെ ലൈഫിലുണ്ടാവും. പക്ഷേ റീസൺ അല്ലാണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അങ്ങനെയല്ല, അത് ഹാപ്പൻസ്. അതിപ്പം കുറ്റപ്പെടുത്തുന്നു നമ്മുടെ വൈഫിനും നമ്മുടെ കുട്ടികൾക്കും അത് കേൾക്കേണ്ടി വരുന്നു. ഒന്നാമത് പൈസ ഉണ്ടാകുമ്പം എല്ലാവർക്കും ഒരു വിദ്വേഷമാണല്ലോ. അപ്പം അതിൻ്റേതായത്. പക്ഷേ ദർ ഈസ് എ വാല്യൂ ഫോർ റിലേഷൻഷിപ്പ്. അതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇന്ന് വരെ ഞങ്ങളുടെ ലൈഫിൽ എൻ്റെ മക്കളെയും അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ലൈഫിൽ മണി ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇന്നും ഞങ്ങൾ അതേപോലെ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അപ്പം ദാറ്റ് ഹാപ്പൻസ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഐ എം ഗിഫ്റ്റഡ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ വിച്ച് ക്യാൻ ഇറൈസ് എനി പ്രോബ്ലം ഫോർ മീ. അപ്പം അതേപോലെയുള്ള ഫ്രണ്ട്ഷിപ്പും അതേപോലെയുള്ള കാര്യങ്ങളും ഐ വാല്യൂ ഫോർ ദാറ്റ്. ഐ എം സോ ബ്ലെസ്ഡ്.
നമുക്കൊരു എൻഡ് പഞ്ചോടെ നിർത്താം. യെസ്. ഈ ഒരുപാട് സംരംഭകർ കാണുന്ന ഒരു ചാനലാണ്. ഓക്കെ. നിങ്ങൾ സാധാരണ ഒരു ജോലിയിൽ നിന്ന് സംരംഭം തുടങ്ങിയ ഒരാളാണ്. അച്ഛനാവട്ടെ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആകട്ടെ, ഒന്നും വലിയ സംരംഭകരെ ഒന്നുള്ള കഥയൊന്നും പറയാനില്ല. ഇല്ല. സാധാരണ പോലെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ടൊരു സംരംഭം എടുത്തു. എന്താ പുതുതായിട്ട് വരുന്നവരോട്, ഈ കലിങ്കിൽ സ്വപ്നം കണ്ടിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അതിപ്പം സന്തോഷ് കുളങ്ങര പറയണ പോലെ തന്നെ സ്വപ്നം കാണൂ, നന്നായി സ്വപ്നം കാണൂ. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മളതിന് എന്നിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കണം. ലൈക്ക് ദേ ഷുഡ് ബി ഓൾവേസ് എ പ്ലാൻ എ ആൻഡ് ബി. എടുത്ത് ചാടാൻ എളുപ്പമാണ്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോക്കില്ല ഇതിന്. നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് വെരി ഈസി ഫ്രം ഔട്ട്സൈഡ് ഒരു സംരംഭം തുടങ്ങാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ടു മെയിൻറ്റെയിൻ ആൻഡ് കീപ് ഗ്രോയിങ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ think twice when you jump into this entrepreneurship. അത് മാത്രമേ പറയാനുള്ളൂ. വളരെ സന്തോഷം ഈ വേദിയിൽ കുറച്ചധികം സമയങ്ങൾ ഞങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തതിന്. ഇന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, തുടങ്ങാൻ എളുപ്പമാണ്, നിലനിർത്താനാണ് പ്രയാസം. ഒരു ജീവിതത്തിൽ കുട്ടിക്കാലം മുതലേ കണ്ട സ്വപ്നം വളരെ വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാക്കിയ ഒരു ജീവനക്കാരൻ്റെ കഥയാണിത്. അതിൽ സ്ട്രഗിളുകളുണ്ട്, വെല്ലുവിളികളുണ്ട്, അതിനെ നേരിട്ട വഴികളുണ്ട്. ഓരോ സ്പാർക്ക് പ്രേക്ഷകനും ഇത് കണ്ട് പഠിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.